2026 സംബന്ധിച്ച് ബാബ വാംഗയുടേതായി പ്രവചനങ്ങൾ മനുഷ്യനെ ഒന്നടങ്കം ഭയപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമാണ്. 2026 നവംബറിൽ മനുഷ്യൻ ആദ്യമായി അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനം. ലോകം കാണാനിരിക്കുന്ന വൻ മാറ്റങ്ങളെയും ദുരന്തങ്ങളെയും കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിച്ച ബാബ വാംഗയുടെ പ്രവചനങ്ങൾ ഇപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. 2026 സംബന്ധിച്ച് ബാബ വാംഗയുടേതായി പ്രചരിക്കുന്ന പ്രവചനങ്ങൾ മനുഷ്യരാശിയെ ഞെട്ടിക്കുകയാണ്. 2026 നവംബറിൽ മനുഷ്യൻ ആദ്യമായി അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തുമെന്നും ഒരു കൂറ്റൻ ബഹിരാകാശ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമെന്നും ഈ പ്രവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തിടെ ശാസ്ത്രലോകം കണ്ടെത്തിയ 3I അറ്റ്ലസ് എന്ന ധൂമകേതുവിനെ ഇതിനോട് ചേർത്ത് വായിക്കുകയാണ് പലരും. ശാസ്ത്രജ്ഞർ ഇതൊരു സാധാരണ ബഹിരാകാശ വസ്തുവാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബാബ വാംഗയുടെ അനുയായികൾ ഇതിനെ അന്യഗ്രഹ പേടകമെന്നാണ് വിശ്വസിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ച് ലോകത്തെ നടുക്കുന്ന മറ്റൊരു പ്രവചനം നടന്നത്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ 2026 അന്താരാഷ്ട്ര യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന് ബാബ വാംഗെ മുന്നറിയിപ്പ് നൽകി. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷം ഇതിന്റെ ഭാഗമാണെന്നാണ് സമൂഹമാധ്യമത്തിലെ വിലയിരുത്തൽ. 2026 പ്രകൃതിക്ഷോഭങ്ങളുടെ വർഷമായിരിക്കുമെന്നും പ്രവചനമുണ്ട്. ഭൂമിയുടെ 7 മുതൽ 8% വരെയുള്ള കരഭാഗങ്ങളിൽ ഈ ദുരന്തങ്ങൾ ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആഗോള കാലാവസ്ഥാ വ്യതിയാനം ഇതിന്റെ തെളിവായി പലരും ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിന്റെ അധികാരം മുഴുവൻ ഏഷ്യയിലേക്ക്, പ്രത്യേകിച്ച് ചൈനയിലേക്ക് മാറുന്ന വർഷമായിരിക്കും 2026 എന്നും പ്രവചിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം കുറഞ്ഞ് കിഴക്കൻ രാജ്യങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുമെന്നും പറയുന്നു. ഇതിനൊപ്പം തന്നെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ തകർച്ചയുണ്ടാകുമെന്നും ബാങ്കിംഗ് മേഖലകൾ പ്രതിസന്ധിയിലാകുമെന്നും അദ്ദേഹം പ്രവചിച്ചു. റഷ്യയിൽ നിന്ന് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ ശേഷിയുള്ള നേതാവ് 2026 ഉയർന്നുവരുമെന്നാണ് മറ്റൊരു പ്രവചനം. ലോകം പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഈ നേതാവ് നിർണായക ശക്തിയാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.